വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. നമുക്കറിയാം അബ്ദുള്ള കുട്ടിയെ കുറിച്ച്. അദ്ദേഹം ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. കൂടാതെ ബിജെപിക്കാരുടെ ദേശീയ മുസ്ലിം കൂടിയാണ്. എന്നാൽ അബ്ദുള്ള കുട്ടി എന്തിനാണ് ബിജെപിയിലേക്ക് ചേർന്നത്? ബിജെപിയുടെ ആശയങ്ങളിലും മോദിയോടുള്ള ഭക്തി കൊണ്ടുമാണ് അദ്ദേഹം ബിജെപിയിൽ ചേർന്നത്. അതല്ല ഇനി സോഷ്യൽ മീഡിയ ആരോപിക്കും പോലെ ബിജെപി വലിയ തുക നൽകി അബ്ദുള്ള കുട്ടിയെ ഒപ്പം ചേർത്തതാണോ? ഇപ്പോഴിതാ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുടെ വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ബിജെപി വിട്ട താഹ തങ്ങൾ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദ് താഹ ബാഫക്കി തങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ബിജെപി വിട്ടത്. ന്യൂനപക്ഷങ്ങളോടുള്ള ബിജെപിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താഹ തങ്ങൾ ബിജെപി വിട്ടത്. ബിജെപി വിട്ടതിന് പിന്നാലെ താഹ തങ്ങൾ ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിലാണ് അബ്ദുള്ള കുട്ടി ബിജെപിയിൽ ചേരാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ താഹ തങ്ങൾ നടത്തിയത്. ഈ അഭിമുഖത്തിൽ താഹ തങ്ങൾ പറഞ്ഞത് അബ്ദുള്ള കുട്ടിയെ ബിജെപി പർച്ചേസ് ചെയ്തു എന്നാണ്. അതായത് വലിയ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അതിനൊത്ത തുകയോ അബ്ദുള്ള കുട്ടിക്ക് ബിജെപി നൽകിയെന്നും അതിനുള്ള പ്രത്യുപകാരമായാണ് അബ്ദുള്ള കുട്ടി ബിജെപിയിൽ ചേർന്നത് എന്നുമാണ് താഹ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റാരുമല്ല, അബ്ദുള്ള കുട്ടിക്കൊപ്പം ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ബിജെപി ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് അബ്ദുള്ള കുട്ടിയെ പാർട്ടിയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അബ്ദുള്ള കുട്ടി ബിജെപിയിൽ ചേർന്നപ്പോൾ പറഞ്ഞത് ബിജെപിയുടെ ആശയവും മോദിയുടെ വ്യക്തിപ്രഭാവവും തന്നെ സ്വാധീനിച്ചു, അതുകൊണ്ടാണ് താൻ ബിജെപിയിലേക്ക് ചേർന്നത് എന്നാണ്. എന്നാൽ താഹ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ബിജെപിയുടെ ഒരു ആശയവും കണ്ടല്ല അബ്ദുള്ള കുട്ടി പാർട്ടിയിലേക്ക് ചേർന്നത്, മറിച്ച് മറ്റു വാഗ്ദാനങ്ങൾ കണ്ടുകൊണ്ടാണെന്ന്. കൂടാതെ ബിജെപിയിൽ ചേർന്നപ്പോൾ അബ്ദുള്ള കുട്ടി നിരന്തരം പറഞ്ഞിരുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പറ്റിയ പാർട്ടിയാണ് ബിജെപി എന്നും അതിനാൽ മുസ്ലിങ്ങൾക്ക് ബിജെപിയിലേക്ക് ചേരാമെന്നുമുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ്. പക്ഷേ താഹ തങ്ങളും അലി അക്ബറും പാർട്ടിയുടെ ന്യൂനപക്ഷങ്ങളുടെ സമീപനം ശരിയല്ല എന്ന് പറഞ്ഞ താഹ തങ്ങൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ടും അലി അക്ബർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിട്ടും AP അബ്ദുള്ള കുട്ടി എന്ന ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ ദേശീയ മുസ്ലിം ഈ സംഭവത്തിൽ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അനുയോജ്യമായ പാർട്ടിയാണ് ബിജെപി എന്ന് അബ്ദുള്ള കുട്ടി നിരന്തരം ആവർത്തിച്ചു പറയുമ്പോഴും തന്റെ പാർട്ടിയിൽ നിന്നും തന്നെ 2 പേർ മുസ്ലിങ്ങളോടുള്ള സമീപനം ശരിയല്ല എന്ന് പറഞ്ഞ രാജി പ്രഖ്യാപിച്ചിട്ടും അബ്ദുള്ള കുട്ടിക്ക് ഒരു മിണ്ടാട്ടവുമില്ല. മുസ്ലിങ്ങളെ ബിജെപിയിലേക്ക് ക്ഷണിക്കുന്ന അബ്ദുള്ള കുട്ടി എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിലെ മുസ്ലിം നേതാക്കളുടെ ക്ഷേമം അന്വേഷിക്കാതെ പോയത്? ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അബ്ദുള്ള കുട്ടി ഉണ്ട് എന്ന് പറയുന്ന ബിജെപിയുടെ മുസ്ലിം സ്നേഹം അബ്ദുള്ള കുട്ടി സൃഷ്ടിച്ച വെറും സൃഷ്ടിപ്പ് മാത്രമാണ്. പറഞ്ഞു വരുന്നത് അബ്ദുള്ള കുട്ടിക്ക് ബിജെപി ചില വാഗ്ദാനങ്ങൾ നൽകി, അതിനുള്ള പ്രത്യുപകാരമായി അദ്ദേഹം ബിജെപിയിലേക്ക് മുസ്ലിങ്ങളെ ക്ഷണിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. കൂടാതെ താഹ തങ്ങളുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീധരൻ പിള്ള മിസോറാം ഗവർണറായതിനു ശേഷം കോഴിക്കോട് അളകാപുരിയിൽ ഒരു സമ്മേളനം നടന്നിരുന്നു. ആ പരിപാടിക്ക് താഹ തങ്ങളെയും ക്ഷണിച്ചിരുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം ശ്രീധരൻ പിള്ളയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ശ്യാം എന്ന വ്യക്തി നീ മുസ്ലിം അല്ലേ, നീ എന്താ സ്റ്റേജിൽ കയറാൻ കാരണം എന്ന് തന്നോട് ചോദിച്ചതായും താഹ തങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ മാനസികമായി തകർന്നുവെന്നും ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അദ്ദേഹത്തിനല്ലേ നാണക്കേട് എന്ന് കരുതി ഒന്നും പറഞ്ഞില്ലെന്നും താഹ ബാഫക്കി തങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ താഹ തങ്ങളുടെ ഈ അഭിമുഖത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപിയുടെ മുസ്ലിം സ്നേഹം വെറും കപടത മാത്രമാണ് എന്നാണ്. ഇക്കാര്യം പറയുന്നത് ബിജെപിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച താഹ തങ്ങളാണ്, അതും തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ട്. ഇത്തരത്തിൽ ബിജെപിയുടെ കപട മുസ്ലിം സ്നേഹത്തിന് ആക്കം കൂട്ടുകയാണ് ബിജെപി പർച്ചേസ് ചെയ്ത ചില അബ്ദുള്ള കുട്ടിമാർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.